2022 ഇക്വറ്റോറിയൻ ഗിനിയ പിടിച്ചെടുത്ത ഹീറോയിക് ഐഡൻ എന്ന കപ്പലിലെ ജീവനക്കാർക്ക് വൻ നഷ്ടപരിഹാരം ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ ആണ് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുന്നത്. കപ്പലിലെ 26 ജീവനക്കാരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. 2022 ഓഗസ്റ്റിലാണ് ഹീറോയിക് ഐഡൻ എന്ന മാർഷൽ ഐലൻഡിന്റെ പതാകയുള്ള കപ്പൽ ഇക്വറ്റോറിയൽ ഗിനിയ പിടിച്ചെടുത്തത്. കപ്പലിൽ അന്നുണ്ടായിരുന്ന ജീവനക്കാർക്ക് പ്രതിദിനം $1750 വീതം 92 ദിവസത്തെ അന്യായ തടങ്കലിന് ഇക്വറ്റോറിയൽ ഗിനിയ നഷ്ടപരിഹാരം നൽകണം. രാജ്യാന്തര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ഗിനിയ കപ്പൽ തടഞ്ഞുവെച്ചതെന്ന് 5 അംഗ ജഡ്ജിമാരുടെ പ്രത്യേക പാനൽ വിധിച്ചു. ഹീറോയിക് ഐഡൻ കപ്പൽ കടൽ കൊള്ളയിലോ എണ്ണമോഷണത്തിലോ ഏർപ്പെട്ടിരുന്നുവെന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കപ്പലിലെ 26 ജീവനക്കാരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫീസറായിരുന്ന സനു ജോസ്, കൊച്ചി സ്വദേശി മിൽട്ടൺ, സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരനും കൊല്ലം സ്വദേശിയുമായ വിജിത് വി നായർ എന്നിവരാണ് അന്യായമായി തടങ്കലിലാക്കപ്പെട്ട മലയാളികൾ. നിലമേൽ കൈതോട് നിന്ന് വിജിത് വി നായർ. നവംബറിൽ കപ്പലും ജീവനക്കാരെയും ഇക്വറ്റോറിയൽ ഗിനിയ നിയമവിരുദ്ധമായി നൈജീരിയൻ അധികൃതർക്ക് കൈമാറിയിരുന്നു. നൈജീരിയയിലെ കസ്റ്റഡിയിൽ കപ്പൽ ജീവനക്കാർ കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. മലേറിയയും ടൈഫോയിഡും ബാധിച്ച് പലരുടെയും ആരോഗ്യം മോശമായി. ഒടുവിൽ കപ്പൽ കമ്പനിയും നൈജീരിയൻ സർക്കാരും കോടതിക്ക് പുറത്തുണ്ടാക്കിയ ധാരണയുടെയും വൻതുക പിഴയായി നൽകിയതിന്റെയും അടിസ്ഥാനത്തിൽ 2023 മെയ്യിലാണ് ജീവനക്കാർ മോചിതരായത്. വളരെ ചരിത്രപരമായ ഒരു വിധി ഇന്നലെ വരികയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാവികർ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇല്ലീഗലായിട്ട് ഞങ്ങളെ ഡിറ്റൻഷൻ ചെയ്യുകയും ഒരു 3 മാസം ഇക്വറ്റോറിയൽ ഗിനിയ അവിടെ പിടിച്ചൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കെല്ലാം അവിടുത്തെ എല്ലാം നന്ദിയുള്ളൂ. കാരണം ഇത് ചരിത്രപരമായ വിധിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് കപ്പൽ പിടിച്ചെടുത്ത ഇക്വറ്റോറിയൽ ഗിനിയക്കെതിരെ കപ്പലിന്റെ ഫ്ലാഗ് സ്റ്റേറ്റ് ആയ മാർഷൽ ഐലൻഡാണ് അന്താരാഷ്ട്ര ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.